വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ് ഒരു ഹൊറർ ഗെയിമായിട്ട്, സ്ലെൻഡർമാൻ ദി സെല്ലർ. സ്ലെൻഡർ ദി സെല്ലർ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഹൊറർ ഗെയിം നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മളിത് നോക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. സ്ലെൻഡർ ദി അറൈവൽ എന്നാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ പേര്. തുടക്കമേ കിടിലാണ്. സൂൺ ആഫ്റ്റർ ഔട്ട് സൈഡ് ഓപ്പൺ ഇറ്റ്സ് ഫസ്റ്റ് മനസ്സിലായി. ഇതിൽ ഓരോ റിപ്പോർട്ട്സ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഓരോ വീട്ടിൽ നിന്ന് ഓരോ സൗണ്ടുകളൊക്കെ അങ്ങനത്തെയൊക്കെ അതിനെ പറ്റിയാണ് ഗൈസ് ഇവർ പറയുന്നത്. ഗെയിം സ്റ്റാർട്ടായി ഗൈസ്. നമ്മളാണ് ഗൈസ് ഇത് ഭയങ്കര ലാഗായിട്ടാണ് പോകുന്നത്. പ്രസ് സ്പീഡ് റൺ ടു സ്പ്രിൻറ്റ് ഗൈസ്. നമ്മളൊരു വണ്ടിയിൽ ഏതൊരു കാട്ടിലാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ സൈഡിൽ കണ്ടോ, നമ്മൾ ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഫുള്ളൊരു കിടിലം വ്യൂ ആണ് ഗൈസ് ഉള്ളത്. ഗൈസ് ഇത് കുറച്ച് ഓൾഡ് ഗെയിമാണ് ഗൈസ്. വണ്ടി ഏതോ BMW കണ്ടോ ആണ്. നമ്മളിങ്ങനെ റിച്ചാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയില്ലേ. ഇതപ്പോൾ നമ്മളിങ്ങനെ വരികയാണ് ഗൈസ്. ഇവിടെ ലാൻഡ് ഫോർ സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും ഗൈസ്. ഫുള്ള് കിടിലം ഗ്രാഫിക്സ് ഒക്കെയാണ് ഗൈസ് ഇതിൽ. നമ്മളിങ്ങനെ നടക്കത്തുള്ളൂ, ഭയങ്കര സ്ലോ മോഷനിൽ ലാഗായിട്ട് ഗൈസ്. ബ്ലൂ എസ് സ്റ്റുഡിയോസ് പ്രൗഡ്ലി പ്രസൻറ്റ്. പ്രൗഡ്ലി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഇത് അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഗൈസ്. അതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇത് നല്ലൊരു ഹൊറർ ഗെയിമാണ്, അതുകൊണ്ട് കളിച്ച് നോക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് പാരിസ് പ്രൊഡക്ഷൻ. ഇവിടെ ഒരു വലിയൊരു വഴി കിടക്കുകയാണ്. നമ്മൾ ആ വഴി കൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ ഇപ്പോഴും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അലക്സ് ബ്രണ്ട് ഫ്രാങ്ക് ഇങ്ങോട്ട് പോവാണ്. ആകാശമൊക്കെ നല്ല കിടിലം ഗ്രാഫിക്സിലാണ് കേസ് വെച്ചിരിക്കുന്നത്. മാർക്ക് ഹാഡ്ലി ആഷ്ലി മേരി. ഇവിടെ ഇങ്ങനെ അപ്പതിൻ്റെ അപ്പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഫെൻസൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കെന്റ് മെൻ, തോമസ് നൈലൻ, മിഖാൽ കോസ്. ഇതൊക്കെ ഇതിൽ ഓഡിയോ കൊടുത്തതും ഡയറക്ടേഴ്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ പേരൊക്കെയാണ് ഗൈസ് എഴുതി കാണിക്കുന്നത്. നമ്മൾ ഈ വഴി കൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയ് മാഗ്നർ, ടിൻ സൾട്ടൻ, ജോസഫ് ഡാഗ്. പിന്നെ ഈ സൈഡിലായിട്ട് കുറേ വാളുകളുണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുവരെ ഈ ഗെയിമിൻ്റെ ഇതുള്ളൂ. ഇത് ഒരു ലാഗ് ഗെയിമാണ് ഗൈസ്. കുറച്ച് ഓൾഡ് ഗെയിമാണ്, കുറച്ച് ലാഗ് ഗെയിമാണ്. പക്ഷേ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്താണ് ഹൊറർ ഉള്ളതെന്ന് നമുക്ക് അറിയണം ഗൈസ്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഗൈസ്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ഒരു ജീപ്പ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതിന് മുമ്പ് ഇവിടെ ആരോ വന്നിട്ടുണ്ട് ഗൈസ്, അത് നമുക്ക് ഉറപ്പാണ്. വണ്ടിയുടെ പുറകിൽ ഓയിലുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് തുറക്കാൻ പറ്റുമോ? തുറക്കാനൊന്നും പറ്റില്ല ഗൈസ്. നമുക്കിതിൽ കയറാൻ പറ്റുമോ? കയറാനും പറ്റില്ല. ആരോ വണ്ടി ഇവിടെ അൺനോൺ ആയിട്ട് കിടക്കുകയാണ്. അത് നമുക്ക് പിന്നെ വഴിയെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വഴി ഇവിടെ ഒന്നും തീരുന്നില്ല, ഇത് അങ്ങ് ഉണ്ട് ഗൈസ്. ഇതൊരു വലിയ കാട്ടിൽ നമ്മളെന്തോ റിസർച്ചിനോ അങ്ങനെ എന്തിനാണ് ഗൈസ് വന്നത്. എൻ്റെ മോനെ കുറച്ച് സീനാണ് ഗൈസ്. നമ്മളിങ്ങനെ വന്നു. ഇവിടെ കുറേ പാറക്കെട്ടുകളൊക്കെയാണ് ഉള്ളത് ഗൈസ്. നമ്മളിങ്ങനെ നടന്ന് എവിടെ എത്തി. ഇതൊരു വോളാണ് ഗൈസ്. അല്ല ഗൈസ്, ഇതിൻ്റെ അപ്പുറത്തൊരു വീടാണ് ഗൈസ്. എൻ്റെ മോനെ, ഈ കാട്ടിന് നടുവിൽ ആരാണെന്തോ വീട് വയ്ക്കണേ. നമ്മളങ്ങനെ വയ്ക്കാറില്ല. ഇത് ആ വീട്ടിലോട്ടുള്ളൊരു വാളാണ് ഗൈസ്. ഫോർ സെയിൽ ഗൈസ്. ഇതേ അതാണ് ഗൈസ് നമ്മൾ ആ കാറ് കിടന്ന് അവിടെ കണ്ടത്. ഈ വീടാണ് സെയിലിലുള്ളതെന്നാണ് പറയുന്നത് ഗൈസ്. കാണുമ്പോൾ തന്നെ ഒരു ടെറിബിൾ സറൗണ്ടിങ്സ് ആണ് ഗൈസ് ഇതിലുള്ളത്. എൻ്റെ മോനെ, ഫുള്ളി ഇരുട്ടാണ് ഗൈസ് ഇവിടെ. നമുക്കിത് തുറക്കാൻ പറ്റും. ടാപ്പ് ഓൺ ദി ഹൈലൈറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, മനസ്സിലായി. പക്ഷെ ഇവിടെ ആരോ സ്കൂൾ ബാഗൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഈ ഡോർ എന്തായാലും അങ്ങ് അടച്ചേക്കാം.
സ്കൂൾ ബാഗൊക്കെ കിടപ്പുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇവിടെ മുകളിൽ പടം വരച്ച് വെച്ചേക്കുന്നു ഗൈസ് ആരോ. ഇവിടെ ഒരു ഡോറുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, താങ്ക് യു, ഐ ക്യാൻ താങ്ക് യു ഇനഫ് ഫോർ കമ്മിങ് ഇൻ ഓൾ ദിസ് വേ, ഹെൽപ്പ് മീ ഔട്ട് ഇറ്റ്സ് എബിലിറ്റി സെൽ ഓൾ പേഴ്സസ് ലവ് യു ഓൾവേസ് കേറ്റ്. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ വീടാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമ്മുടെ ഏതോ ഒരാളാണ് കേറ്റ്. കേറ്റിനെ കാണാനില്ലാത്ത ഇതിലാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടി, ഹുറേ ഫ്ലാഷ് ലൈറ്റ് കിട്ടി ഗൈസ്. ഇനി ഇരുട്ടത്തൊന്നും പേടിക്കണ്ട. പക്ഷെ ഇതിൽ കുറേ ജംപ് സ്കെയർ കാണുമെന്നാണ് ജംപ് സ്കെയർ കാണുമെന്നാണ് ഗൈസിൽ പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ പക്ക ഒരു എന്തോ പറ്റുന്നു. ഗൈസ് ഇതാണ് ഗൈസ് സ്ലെൻഡർമാൻ വരുമ്പോൾ ഇങ്ങനെ ഒരുമാതിരത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ ടി വി ഒക്കെ നമ്മൾ ഇറക്കത്തില്ല, അതേപോലത്തെ ഒരു സംഭവം വരും. പക്ഷെ ഇവിടെ ഒരു റൂമുണ്ട്. ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറുകളിൽ പറ്റിയിട്ട് അപ്സ്റ്റേഴ്സിൽ പോവാം. അപ്സ്റ്റേഴ്സ് ആണ് ഗൈസ് ഏറ്റവും പാട്. ഒരു വീട്ടിൽ അപ്സ്റ്റേഴ്സും ബേസ്മെൻറ്റും ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിലോട്ട് പോവാനേ പാടില്ല ഗൈസ്. അതാണ് ഗൈസ് കുഴപ്പം. നമ്മളാരോ തള്ളി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഗൈസ്. എൻ്റെ മോനെ. ഇവിടെ ഒരു ജനലൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതുവഴി പുറത്തോട്ടൊക്കെ നോക്കാം. സറൗണ്ടിങ്സ് കിടിലാണ് ഗൈസ്. നമുക്ക് രാവിലെ ആയിട്ട് പോയാൽ മതിയേ അല്ലേ ഗൈസ്. ഇന്ന് വീട്ടിൽ കിടക്കാൻ നമ്മളെ വീട് തന്നെയല്ലേ. അപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. ഭയങ്കര റിച്ച് വീടാണെന്ന് തോന്നുന്നു ഗൈസ്. പഴയ കാലത്തെ വീടാണ് ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൂടെ ആരോ തള്ളി അതിൻ്റെ അപ്പുറത്തോട്ടിടും ഗൈസ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ ഒരു അടുക്കളയുണ്ട്. ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ്, ബാറ്ററി, എക്സെട്ര, ലൈറ്റർ, ഹീറോസ്, ലോക്ക് ദി ഹൗസാ. ഹൗസ് എല്ലാ സ്ഥലം പൂട്ടാനോ കണ്ടാണ് ഗൈസ് ഇവർ പറയണേ. പക്ഷെ ഇവിടെ കുറേ പാത്രം കഴുകാൻ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് എന്തോ ആരോ സംസാരിക്കുന്നത് നമുക്ക് പറയുന്നുണ്ട്, കേട്ട് നോക്കാം. ഈ ഫോണ് ഡെഡാണ്, പക്ഷെ ആരോ ആണ് സംസാരിക്കുന്നത് മനസ്സിലാവണില്ല. എന്തായാലും ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനെ പറ്റി. ഇത് നമുക്ക് തരുന്നൊരു റിപ്പോർട്ടാണ്. നമ്മുടെ കേറ്റെന്ന് പറഞ്ഞ അവനെ കാണാനില്ല. അവനെ തപ്പിയാണ് കേസ് നമ്മൾ വന്നത്. അതാണ് ആദ്യം നമ്മൾ കേട്ടത്. കുറേ ആനോമിലി നോയ്സും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഒരു വീട്ടിൽ നിന്ന് കേൾക്കുന്നെന്ന്. ഇത് നമ്മൾ ആദ്യം വന്ന TV റൂമാണ്. നമുക്ക് ഇവിടെ നിറ ഉണ്ടോ മോനെ. ആരും നമ്മളെ പിന്നെ തള്ളിയിട്ട് വാതിലടച്ച്. ഇവിടെ ഈ വീട്ടിൽ എന്തോ സീനുണ്ട് കേസ്. എൻ്റെ മോനെ. കുറച്ച് ലാഗ് ആയതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് പാട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മോളിലോട്ട് പോവാം ഗൈസ്. ഏറ്റവും പാടുള്ള വസ്തു. പക്ഷേ ഇതിൽ ബേസ്മെൻ്റ് ഇല്ലാത്തതാണ് ഗൈസ് ഭാഗ്യം. നമ്മളങ്ങനെ അപ്സ്റ്റേഴ്സ് പോയി നോക്കാം എന്ത് പറ്റുമോ. ഗൈസ് ഇവിടെ ഒരു പടം ആരോ വരച്ചിട്ടുണ്ട്, നല്ല പടം. പിന്നെ നമ്മളെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ. തുറന്നു നടന്ന് കഥവിനെ അടച്ച് ഗൈസ്. നമുക്ക് ഇവിടെയാണ് ഗൈസ് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ 2 ബാഗൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ് ഗൈസ്. ആരെയോ ബെഡ്റൂമാണ് ഗൈസ് ഇത്. ഇവിടെ എന്തോ ഒരു ബാഗൊക്കെ ഉണ്ട്. മുകളിലല്ല കോഡൊക്കെ ഉണ്ടാകുന്ന നോക്കണം ഗൈസ്. നമ്മളെല്ലാം നോക്കണം ഗൈസ്. നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മളെല്ലാം നോക്കണം. ഗൈസ് പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ മറ്റേ സ്ലെൻഡർമാൻ്റെ അത് വന്നു ഗൈസ്. ഓൻ്റെ മോനെ ഗൈസ്. അപ്പം നമ്മൾ ഈ റൂം നോക്കി. ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം. ഇവിടെ കുറേ ബുക്ക് കിടപ്പുണ്ട് ഗൈസ്. അതെന്താണ് ഗൈസ്? ലൈറ്റിൻ്റെ അപ്പുറത്ത് തല ഗൈസ്. സ്നൈപ്പ് അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. സ്നൈപ്പ് അങ്ങോട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോകും ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു മര്യാദ ഗൈസ്. ഇത് ഏത് റൂമാണോ എന്തോ ഗൈസ്. കുറേ പെയിൻറ്റിങ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് നോക്കിയപ്പോൾ സെറ്റായി.
ഇത് ബാത്റൂം ആണെന്ന് തോന്നുന്നത്. കുളിക്കാനൊക്കെ ഉള്ള നല്ല ഷെറ്റ് ഷവറൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിക്കടെ കീ നമുക്കൊരു കീ കിട്ടി ഗൈസ്. ഫസ്റ്റ് ഉപയോഗമുള്ള തിങ്ങാണ് ഗൈസ് ഇതിൽ കിട്ടുന്നത് ഗൈസ്. ഇതൊരു ബാത്റൂമാണ് ഗൈസ്. കുളിക്കണ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഗൈസ്. ഭയങ്കര വലുതാണ്. ബാത്റൂമൊക്കെ നമ്മുടെ ഹാളിൻ്റെ അത്ര ഉണ്ട് ഗൈസ്. അത്രയ്ക്ക് വലിയ വീടാണ്. പക്ഷേ ഇവർ ഈ ഫോറസ്റ്റിന് നടുക്ക് എന്താ വീടുണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി ഗൈസ്. ഇനി നമ്മൾ നേരെയാണ് പോകേണ്ടത് ഗൈസ്. അതാരെയോ തലയാണോ എന്ന് എനിക്ക് സംശയം ഗൈസ്. ഞാൻ ചുമ്മാ പേടിച്ച്, അത് തലയല്ല. ഇവിടെ എന്തുകൊണ്ട് അൺലോക്ക്ഡ് ദ ഡോർ. ആ ഗൈസ് നമുക്ക് നേരത്തെ കിട്ടിയ കീ ഇതിനുള്ളതായിരിക്കും ഗൈസ്. അതെനിക്ക് ഉറപ്പാണ്. നേരത്തെ കിട്ടിയ കീ ഇതിനുള്ളതായിരിക്കും. മുഞ്ചോ മോനെ അവർ ഭിത്തിയിൽ വരച്ച് വെച്ചൊക്കെ നോക്ക് ഗൈസ്. ഇത് വരച്ച ആരോ ഏതോ ഒരു സൈക്കോ ആണ് ഗൈസ്. അത് ചുമ്മാ അല്ല ഇങ്ങനെ കിടക്കണം. പക്ഷെ അവിടെ എന്തോ റെഡ് കളറിൽ എഴുതിയേക്കുന്ന എന്തോ കണ്ടു ഗൈസ്. എന്താണെന്നറിയില്ല. നമ്മളിവിടെ ഫുള്ള് സെർച്ച് ചെയ്യണം. ഇവിടെ എന്തോ നമുക്കൊരു പേപ്പർ കിട്ടി ഗൈസ്. എന്നതിനെ കുറിച്ചുള്ളൊരു സംഭവം കിട്ടി ഗൈസ് നമുക്ക്. ക്യാൻ യു സീ ഇറ്റ്? എന്തോന്നു എനിക്കൊന്നും കാണാനില്ല ഗൈസ്. എനിക്ക് ജനൽ വഴി നോക്കി വെക്കാം, വല്ലതും കണ്ടാലോ. ഒന്നുമില്ല ഗൈസ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓ ഗൈസ് മറ്റേ ബ്ലിങ്കിങ് സംഭവം പിന്നെ വന്നു ഗൈസ്. എൻ്റെ മോനെ ഞാൻ കുറെ പേടിക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാഗും കൂടെ ആയതുകൊണ്ട് ഭയങ്കര കുഴപ്പമുണ്ട്. മൊബൈലിൽ ഇതിൻ്റെ ആകെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ മൊബൈലിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഫുൾ ഗെയിം PC യിലാണ്. എനിക്ക് PC സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ഫുൾ ഗെയിം ഇടുമായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ കാണുന്നില്ല, ലൈക്ക് അടിച്ചില്ല, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം കിടിലം വീഡിയോസിൻ്റെ കമൻറ്റ്സ് ഒക്കെ വേണം എനിക്ക് വരാൻ. എനിക്ക് കിടിലം വീഡിയോസൊക്കെ കാണണം. നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിന് വളരെ അടുത്താണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ താഴെ ഇറങ്ങാം ഗൈസ്. ഇവിടെയൊന്നും പിന്നെ വേറെ ഒന്നും കാണാനില്ലെന്നല്ല, ഇവിടെയൊന്നും വേറൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ അവിടെയും 12 മിനിറ്റ്, നമ്മുടെ ഇതിലേയും 12 മിനിറ്റാണ് ഗൈസ് ഉള്ളത്. ഓ ഗൈസ്, ഓ സീനാണ് ഗൈസ്. പുറത്തോട്ട് ഇറങ്ങി എനിക്ക് പേടിയാണ് ഗൈസ്. എന്നാലും നമുക്ക് ഇറങ്ങി ഈ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടോ? ഒരു ട്രാൻസ്ലൂസൻറ്റ് പേപ്പറിൽ ഇങ്ങനെ എന്തോ വരച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കും ഗൈസ്. ഇവിടെ ഒരു കാറുണ്ട്, ഒരു വണ്ടി. കറി കയറാൻ പറ്റുമോ? ഏതോ ഒരു ചപ്പട്ട കാറാണ് ഗൈസ്. ഇതിനേക്കാളും കിടിലം കാർ നമ്മുടെ ഗ്രാൻഡിൻ്റെ വീട്ടിലുണ്ടല്ലേ ഗൈസ്. പറയണ്ട, നിങ്ങളെ ഗ്രാൻഡിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം ഗൈസ്. ഇത് നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. ആ വീട്ടിൻ്റെ ബാക്കാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ബാക്ക് സൈഡ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വന്ന് നോക്കാം. ഇവിടെ ഒരു റേഡിയോ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് ഏതോ തലയണ തുണിയൊക്കെ തയ്ക്കണ സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ റേഡിയോയിൽ പാട്ടിട്ടു. നമുക്ക് നല്ല ചില്ലാവണം ഗൈസ്. നമ്മൾ ഫുള്ള് ചില്ലിങ് ആണ് ഗൈസ്. അപ്പം നമ്മൾ റേഡിയോയിൽ നമ്മൾ പാട്ടിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് ഏതോ വേറൊരു ബാത്റൂമാണ്. ഇതിൽ എന്തൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ തട്ടി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫോണിലോട്ട് ചാർജ് ഇല്ല, അടുത്ത് പറയരുത് ഗൈസ്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നോക്കി, ഇവിടെയൊന്നും ഒന്നുമില്ല. ഇതിൽ പേടിക്കാനായിട്ട് അത്ര ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ചിലപ്പോൾ ഇനി വരാം, അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു ക്ലോക്കൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ പെട്ടെന്ന് തീരാതിരിക്കാൻ ഇങ്ങനെ ഓണാക്കി ഓഫാക്കാൻ ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഗ്രാനിയുടെ നൈറ്റ്മെയർ വീഡിയോയിൽ 10K വ്യൂവേഴ്സ് ആണ് ഗൈസ്. അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി ഗ്രാനിയുടെ വീഡിയോ ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെല്ലാ എസ്കേപ്പിംഗ് വീഡിയോസും ഗ്രാനി, എവിലിൻ്റെ ഐസ്ക്രീമുകൾ അതെല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. ഇവിടെ വേറെ എന്തോ ഉണ്ട്, ഇതേതോ പെണ്ണിൻ്റെ പടം. പക്ഷെ അത് റിയൽ പടമാണ് ഗൈസ്. അത് പക്ഷേ ഒരു റിയൽ പടമാണ്. ഇത് നേരത്തെ കണ്ട ഫോണാണ് ഗൈസ്. ഇത് ഡെഡ് ആയിരിക്കും എന്നാണ് പറയണേ. ഇതിന് റീവെൻ ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഡ്രോവേഴ്സ് ഒന്നും തുറക്കാൻ പറ്റത്തില്ല ഗൈസ്. നമ്മളിപ്പോൾ പിന്നെയും ആ സ്ഥലത്തെത്തി. ആ ചെസ്സൊക്കെ കളിക്കുന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ എത്തി. ഈ വീട് നമ്മുടെ ഒരു മെയ്സ് പോലെ വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും കൊണ്ടുവന്ന് വരികയാണ് ഗൈസ്. ലാഗും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടേ ഗൈസ്. അല്ല ഗൈസ്,
നമ്മൾ ഇവിടെയൊക്കെ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കണം. അപ്പം ഇവിടെ എന്തോ കഴിക്കാൻ ലഡു ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കും കൂടെ തന്നിരുന്നെങ്കിൽ തിന്നായിരുന്നു അല്ലേ ഗൈസ്? അപ്പം ഇവിടെ ഒന്നും കാണാനില്ല. ഇനി എനിക്ക് പുറത്തു പോകാൻ ഒറ്റ മൈൻഡും ഇല്ല ഗൈസ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊന്നും ഇല്ല. നിങ്ങളെയും കൂടെ ബോറിപ്പിക്കെന്ന് വിചാരിച്ച് പുറത്തു പോകേണ്ട ആവശ്യം വരുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റ് ഓഫ് ആക്കി ഗൈസ്. ഭ്രാന്തായി. ലൈറ്റ് ഓൺ ആക്കണം ഗൈസ്. ഇത് ലോക്കായെന്ന് തോന്നുന്നു, തുറക്കാൻ പറ്റുന്നില്ല. തുറന്നു ഗൈസ്. ഇവിടെ സൈഡിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ എത്തി. ഇനി മുകളിലോട്ട് എനിക്ക് വയ്യ ഗൈസ്. എനിക്ക് വയ്യ സത്യം പറയാൻ. മുകളിലോട്ട് എനിക്ക് വയ്യ. അപ്പം നമുക്ക് പുറത്തോട്ട് തന്നെ പോവാം. നമ്മൾ ഈ വീട്ടിൻ്റെ വെളിയിൽ പോകാൻ പോവാണ് ഗൈസ്. വേണോ ഗൈസ്? അല്ലെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം ഗൈസ്. വീടിൻ്റെ ചുറ്റും എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഇതെന്തോ ഒരു പാർക്കാണ് ഗൈസ്. ഇവിടെ എന്തോ ഒരു ചെറിയൊരു കുടിൽ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിജയം പിന്നെ കാട്ടോ സീനാണ് ഗൈസ്. ഇതിന് കയറാൻ 1 മണിക്കൂർ എടുക്കാൻ പോകുന്നു. ഓ ഗൈസ്, ആ സംഭവം പിന്നെയും വന്നു. ഇത് എനിക്കറിയത്തില്ല. അതിൽ നോക്കിക്കൊണ്ട് നമ്മൾ സിലിണ്ടർ മാൻ കാണും ഗൈസ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു സിലിണ്ടർ മാൻ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. സിലിണ്ടർ മാൻ എവിടെ നിന്ന് വേണമെങ്കിലും വരാം ഗൈസ്. അങ്ങനത്തെ ഒരു സീനാണ് ഗൈസ്. ദാറ്റ് വാസ് വൺ ഐ ഷുഡ് പ്രോബബ്ലി ഫൈൻഡ് കേറ്റ്. ഓ ഗൈസ്, ഇവൻ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഗൈസ്. ഇത് ചുറ്റും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ട്രാൻസ്ലൂസൻ പേപ്പറിൽ അതേമാതിരി തന്നെ ഗൈസ് ഇതുള്ളത്. ഇതിന് ഇവിടെ ഒരു സ്ലൈഡൊക്കെ ഉണ്ട് ഇവിടെ. ഐ റിമെമ്പർ പ്ലേയിങ് ഓൺ ദി ഓക്കെ. അവർ കിഡ്സായിരുന്നപ്പോൾ കേട്ടിൻ്റെ അനിയനോ ചേട്ടനോ നമ്മൾ കിഡ്സായിരുന്നപ്പോൾ കളിക്കുന്ന ഓർമ്മകളൊക്കെ അതിൻ്റെ പാവങ്ങൾ പയ്യെ കേറ്റിനെ പക്ഷെ കാണാനില്ല. നമ്മളങ്ങനെ നടന്ന് കുറേ ദൂരം എത്തി ഗൈസ്. ഇതിനി എവിടെയാണോ എന്തോ ഗൈസ് നമ്മൾ ചെന്നെത്തുന്ന. രാവിലെ ആവാറായി. ഇവിടെ ഫുള്ള് ഫെൻസിങ് ഒക്കെയാണ് ഗൈസ്. ഇവിടെ ഒരു പാറക്കല്ലുണ്ട് ഗൈസ്. പാറക്കല്ലിനൊക്കെ എന്തിനാ പറയുന്നത് ഗൈസ്? അല്ല, ഇതിൻ്റെ വൈബ് ഒരു വേറെ ലെവലാണ് ഗൈസ്. ഇതിലെന്താണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇതുവരെ ഈ ഗെയിമിൽ പേടിച്ചിട്ടുമില്ല ഗൈസ്, എനിക്കറിയാലോ. ഇവിടെ എന്തോ ഒരു പടമുണ്ട് ഗൈസ്. ഹാവ് യു സീൻ ദി ചാൾസ് മാത്തൻ ജൂനിയർ? ചാൾസ് മാത്തൻ നമ്മളെ കേറ്റിനെ പോലെ വേറെ ആരോ ഇവിടെ ഇതേപോലെ വന്നിട്ടുണ്ട് ഗൈസ്. ഐ ഷുഡ് കീപ്പ് ആൻ ഐ ഔട്ട്. വാട്ട് ഗൈസ്, എന്തോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. എന്തോ സംഭവിക്കുന്നുണ്ട് എനിക്കറിയാം ഗൈസ്. എന്തോ സംഭവിക്കുന്നുണ്ട്. ഇത് ഏത് വീടാ? ഓ ഗൈസ്, ഇത് മറ്റേ വീട് തന്നെയാണ് ഗൈസ്. ആ ഗൈസ്, ഇത് മറ്റേ വീട് തന്നെയാണ്. നമ്മൾ അവിടെ തന്നെ പിന്നെയും വന്നിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, കിടിലം ഗെയിമിനായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരാം. ഗുഡ് ബൈ.